നമസ്കാരം. 8 ദിവസത്തെ യാത്ര പോയി 287 ദിവസം ബഹിരാകാശത്ത് കഴിയേണ്ടി വന്ന സുനിത വില്യംസും ബുഷ് വിൽമോറും മടങ്ങി വരികയാണ്. പ്രതീക്ഷയുടെ ആകാശം ചുറ്റി ഭൂമിയുടെ വരുതിയിലേക്ക് ആ യാത്ര തുടരുകയാണവർ. പുലർച്ചെ 3:30 ഭൂമിയെ തൊടും. 1.5 മണിക്കൂർ മുൻപേ ഇങ്ങ് ഭൂമിയിൽ ആ 287 ദിവസങ്ങളെ ഓർത്തെടുക്കുകയാണ് ഞങ്ങൾ. അല്ലെങ്കിലും സുനിത വില്യംസ് ഉറങ്ങാതെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാനാണ്? സ്വാഗതം. സ്പേസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് കൂടി ഒപ്പം ചേരുകയാണ്. ഐസൻ, 6 ദിവസത്തെ ബഹിരാകാശ നിലയത്തിലെ തങ്ങൽ, 2 ദിവസം ഓരോ ദിവസം വീതം യാത്ര, അങ്ങനെ ക്രമീകരിച്ച് പോയ സുനിത വില്യംസും ബുഷ് വിൽമോറും 287 ദിവസം അവിടെ തങ്ങേണ്ടി വരുന്നു. അതൊരു ചരിത്രമാണ്. ആ ദിവസങ്ങൾ തങ്ങേണ്ടി വരിക എന്നതൊരു ചരിത്രമാണ്. 9 മാസം പിന്നിലേക്ക് പോയി ആ യാത്രയെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും ഈ സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ആ യാത്ര തന്നെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണ ഗവേഷണങ്ങളുടെ ഭാഗമായി പുത്തൻ ആശയത്തെക്കുറിച്ച് പരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരീക്ഷണ യാത്രയായിരുന്നു സുനിത വില്യംസിൻ്റേത്. 6 ദിവസത്തെ ഒരു യാത്രയായിരുന്നു. അത് അവിടെ ബഹിരാകാശത്ത് തങ്ങിയതിന് ശേഷം തിരിച്ചു വരിക, അത്തരത്തിലൊരു ലക്ഷ്യമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. പക്ഷേ സാഹചര്യവശാൽ എന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന സമയത്ത് തന്നെ, അതായത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഡിലേ ആവുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. 2 തവണയൊക്കെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മാറ്റിവെച്ചതിൻ്റെ പശ്ചാത്തലം വീണ്ടും പരിശോധിക്കുമ്പോഴാണ് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം തന്നെ പുറത്തു വന്നത്. പുതിയൊരു സംവിധാനമാണ്, ബോയിങ് സ്റ്റാർലൈനർ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ മാറ്റിവെക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇത് എന്താണോ ഇതിൻ്റെ ഒരു സാങ്കേതിക തകരാറ് എന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അന്ന് തന്നെ ലോഞ്ചിന് മുമ്പ് തന്നെ പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലോഞ്ചിന് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി വരികയും പിന്നീട് ലോഞ്ചിന് ശേഷം അവിടെ ഡോക്ക് ചെയ്യുന്നതിന് മുമ്പും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. അവസാനം ഡോക്ക് ചെയ്തതിന് ശേഷമാണ് കൃത്യമായ ഈ സാങ്കേതിക പ്രശ്നം, അതായത് ഹീലിയം ചോർച്ച കൃത്യമായുണ്ട്, ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഹീലിയം ചോർച്ചയുണ്ട് എന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത്. ഹീലിയം ഒരു ഇന്ധനമായി, അതായത് ത്രസ്റ്റർ ഇന്ധനമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഹീലിയം ചോർച്ച കാര്യമായി ഉണ്ടായി. അതോടുകൂടി ഈ പേടകത്തിൻ്റെ മുന്നോട്ടുള്ള ചലനം അസാധ്യമാകും എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയായിരുന്നു. അതോടുകൂടി പിന്നെ ആ പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരിക വലിയ വെല്ലുവിളിയാണ്. അത് സാധ്യമല്ല എന്നൊരു അവസ്ഥ തന്നെ ഉണ്ടായതോടുകൂടി പിന്നെ തിരിച്ചു വരാൻ മറ്റൊരു പേടകം അയക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലെത്തുകയും അന്ന് പോയ ബോയിങ് സ്റ്റാർലൈനർ പേടകം മാത്രം തിരിച്ചെത്തിക്കുകയായിരുന്നു. പിന്നീടാണ് അടുത്ത ദൗത്യത്തിന്, അതായത് ഓരോ സംഘാംഗങ്ങളായി പോകുമ്പോൾ ആ സംഘാംഗങ്ങളോടൊപ്പം തന്നെ പോയി തിരിച്ചു വരുന്നൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ലോഞ്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ക്രൂ 9 തിരിച്ചു വരുന്ന കൂട്ടത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ ക്രൂ 10 തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ക്രൂ 10 തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരുന്ന ക്രൂ 10നോടൊപ്പം ഇവർ തിരിച്ചു വരിക എന്ന ക്രൂ 10ൻ്റെ വാഹനത്തിൽ അവർ തിരിച്ചു വരിക എന്നൊരു തീരുമാനമുണ്ടായത്. അങ്ങനെയാണ് ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ അവർ ഇന്നലെ കയറിയതും അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയും എല്ലാം തന്നെ ചെയ്തത്. നമുക്കറിയാവുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ഏറെ ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ, ഭൂമിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ നിരവധിയായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന വെല്ലുവിളി, ഒരു ബഹിരാകാശത്താണിത് സഞ്ചരിക്കുന്നത്, വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ സ്റ്റാർലൈനർ പേടകം. അതുപോലെ ബഹിരാകാശ വാഹനങ്ങളെല്ലാം തന്നെ സഞ്ചരിക്കുന്നത് സാധാരണ വിമാനങ്ങളുടെ, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ 10 ഇരട്ടി വേഗതയിലൊക്കെയാണ് ഈ ബഹിരാകാശ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അതേ വേഗതയിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ ഘർഷണമുണ്ടാകും, വായുവിൻ്റെ സമ്മർദ്ദമുണ്ടാകും. അത്തരത്തിലുള്ള ഘർഷണമുണ്ടാകുമ്പോൾ ആ ഘർഷണം അതിശക്തമായ ടെമ്പറേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ അന്തരീക്ഷത്തിലും അതിൻ്റെ പ്രതലങ്ങളിലുമെല്ലാം, ഔട്ടർ പ്രതലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചൂടുണ്ടാകുന്ന ഒരു വിഷയമുണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങളാണ് ഇതിലെല്ലാം തന്നെ. എല്ലാ പേടകങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് ഒരുക്കുക. നമുക്കറിയാവുന്നതാണ് ഈ കൊള്ളിയാനൊക്കെ വീഴുന്നത്, കത്തിയെരിഞ്ഞ് ഭൂമിയിൽ വീഴുന്ന, ഉൽക്കകൾ വീഴുന്ന ആ സാഹചര്യം, ആ അവസ്ഥ, ആ ശാസ്ത്രവശം തന്നെയാണ് ഇതിനും ബാധകമാവുക. ഈ ഘർഷണത്തിൽ അത് കത്തിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത്തരത്തിൽ കത്തിപ്പോകാതിരിക്കുന്നതിനുള്ള ഹീറ്റ് റെസിസ്റ്റൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കൽപ്പന ചൗളയുടെ മരണത്തിലേക്ക് എത്തിയത് ഈ ഹീറ്റ് റെസിസ്റ്റൻറ്റ് ടൈലുകൾ അടർന്നു പോയതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത്തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടി ശക്തമായ രീതിയിൽ സംവിധാനം ചെയ്ത ഒരു പേടകമായിരിക്കണം. അല്ലെങ്കിൽ ഈ ഹീലിയം ചോർച്ചയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ ബഹിരാകാശത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഭൂമിയിലേക്ക് പ്രവേശിച്ചാൽ പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യം ആദ്യ പേടകത്തിനുണ്ടായതാണ് ഈ പുതിയ പേടകം അയക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. ഇന്നലെ ഈ പേടകത്തിൻ്റെ, അതായത് 8:30 ഹാച്ചിങ് എന്ന് പറഞ്ഞൊരു
ഒരു പ്രക്രിയയുണ്ട്. ഹാച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പേടകവും ബഹിരാകാശ നിലയവും അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയാണ്, ചേർത്ത് വയ്ക്കുകയാണ്. ഈ ചേർത്ത് വെച്ച് ബഹിരാകാശ നിലയത്തിലെയും ഈ പേടകത്തിലെയും അന്തരീക്ഷ നിലകളും അതിൻ്റെ ഉള്ളിലെ വായു സമ്മർദ്ദത്തിൻ്റെ നിലകളെല്ലാം തന്നെ ഒരുപോലെയാക്കിയതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. ഈ പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്യുന്നതിനാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഭാഗത്തുമുള്ള കവാടങ്ങൾ, ലിഫ്റ്റിൻ്റെ ഷട്ടർ അടയുന്നത് പോലെ ഈ കവാടങ്ങൾ ഓരോന്നായി അടയുകയും കൃത്യമായി 2 സെപ്പറേറ്ററുകളായി മാറുകയും പിന്നീട് ഡീഡോക്കിംഗ് അല്ലെങ്കിൽ അൺഡോക്കിംഗ് എന്നൊക്കെ സാങ്കേതികമായി പറയുന്ന ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിട്ടുവരുന്ന ഒരു സംവിധാനമാവുകയും ചെയ്യുക. ഇന്നലെ ബഹിരാകാശ നിലയത്തിൽ നിന്ന് 10:35 കൂടി ഇന്നലെ 10:35 പകൽ പുറപ്പെടുന്നു, 3:27 എത്തുന്നു. ഏകദേശം 17 മണിക്കൂറോളം നീണ്ട യാത്ര. അത് എന്താണ്? അതായത് ഈ യാത്ര തിരിച്ചത് മുതൽ ഈ ഭൂമിയിലേക്ക് കടന്ന് കടൽ തൊടും വരെയുള്ള ആ ഒരു പ്രക്രിയ എന്താണ്? അത് ഈ ബഹിരാകാശ വാഹനങ്ങളെല്ലാം തന്നെ ഭൂമിയിലേക്ക് വരിക എന്ന സ്ട്രെയിറ്റ് ആയൊരു വഴിയിൽ വരികയല്ല. നേരെ അത് ഭൂമിയെ പലതവണ വലം വെച്ച് അതിൻ്റെ വെലോസിറ്റി കുറച്ചും കൃത്യമായി ഭൂമിക്ക് അടുത്തേക്ക് വന്ന് അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് അത് സഞ്ചരിക്കുന്നത്. ഒരു വർത്തുളാകൃതിയിലുള്ള ഒരു ട്രാക്കിൽ സഞ്ചരിച്ച് കൃത്യമായി സഞ്ചരിച്ചതിന് ശേഷം അത് ഭൂമിയുടെ അന്തരീക്ഷ പ്രതലത്തിലേക്ക് കടക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് കടക്കുകയും അന്തരീക്ഷത്തിലേക്ക് കടന്ന് പിന്നീടാണ് ഈ ലാൻഡിങ് നടക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ പേടകം ബഹിരാകാശത്ത് സഞ്ചരിക്കുമ്പോൾ ഫ്രിക്ഷനുകൾ, വായു സമ്മർദ്ദത്തിൻ്റെ ഘർഷണങ്ങളില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബഹിരാകാശത്ത് നിന്ന് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഈ അന്തരീക്ഷത്തിലെ ഫ്രിക്ഷൻ ഉണ്ട്. അത് തന്നെ ഒരു പ്രിവിലേജുമാണ്. കാരണം ഈ വാഹനം അതിവേഗം സഞ്ചരിക്കുന്നതിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് അന്തരീക്ഷത്തിന് സാധിക്കുകയും ചെയ്യും. പിന്നെ മാത്രമല്ല, ഇത്തരത്തിൽ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇപ്പോൾ ഇറങ്ങുന്നു എന്ന് പറയുന്നത് കൃത്യമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് ഇറങ്ങുകയാണ്. ഒരു ഫണൽ പോലുള്ള ഉപകരണം അല്ലെങ്കിൽ ഈ പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പതിയെ വന്നിറങ്ങുകയാണ്. 3 പാരച്യൂട്ടുകൾ കൃത്യമായി വിന്യസിച്ച് 3 പാരച്യൂട്ടുകൾ ഏതാണ്ട് ഒരു 70 ഡിഗ്രി 80 ഡിഗ്രി ലെവലിൽ 3 പാരച്യൂട്ടുകൾ കൃത്യമായും ഇതിന് മുകളിൽ വിന്യസിക്കുകയാണ്. വിന്യസിച്ചതിന് ശേഷം കൃത്യമായി ഇത് കടലിൽ വന്നിറങ്ങുന്നു. കടലിൽ വന്നിറങ്ങുന്നതോടുകൂടി തന്നെ ഇത് ഫ്ലോട്ട് ചെയ്യുന്നതിനുള്ള ചില ബലൂൺ പോലുള്ള സംവിധാനങ്ങൾ അതിന് ചുറ്റും വികസിക്കുക. ഇൻഫ്ലേറ്റഡ്, നമുക്ക് കാറിലൊക്കെ കാണുന്ന ബലൂണുകളുണ്ടല്ലോ, സുരക്ഷാ ബലൂണുകൾ ഉള്ളതുപോലെ, ആ എയർ ബാഗുകൾ ഉള്ളതുപോലെ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യുന്ന എയർ ബാഗുകൾക്ക് സമാനമായ സംവിധാനങ്ങൾ ഇൻഫ്ലേറ്റ് ചെയ്ത് അത് വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന ഒരു സംവിധാനമായി കിടക്കുകയും പിന്നീട് അവിടെ നിന്ന് റിക്കവർ ചെയ്യുകയാണ്. ഈ സ്പേസ് പേടകം ഉൾപ്പെടെ റിക്കവർ ചെയ്ത് കരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. ഈ പ്രോസസ്സാണ് നടക്കുന്നത്. നേരത്തെ നമുക്ക് ഈ കൽപ്പന ചൗളയുടെ കാലത്തൊക്കെ ആണെങ്കിൽ അത് സ്പേസ് ഷട്ടിലുകളായിരുന്നു, ഒരു വിമാനം പോലെ പറന്നിറങ്ങുന്ന സംവിധാനമായിരുന്നു. ഇന്ന് അത് വലിയ ചിലവുള്ള ഒരു സംവിധാനമാണ്, ഭീമമായ ചിലവുള്ള സംവിധാനമാണ്. പക്ഷേ ഇത് കുറേ കൂടി സുരക്ഷിതവും ചെറിയ ചിലവും ചെറിയ സമയവും വേണ്ട ഒരു സംവിധാനമാണ്. അതാണ് ആധുനികമായൊരു സംവിധാനം. തുടർച്ചയായി ഈ യാത്ര സാധ്യമാക്കുന്ന ഒരവസ്ഥയാണ് ഈ ക്യാപ്സ്യൂളുകൾക്ക് പറ്റുക. അത് പുതിയൊരു സംവിധാനമാണ്. പഴയ സ്പേസ് ഷട്ടിലാണെങ്കിൽ ഇത് പുതിയൊരു സംവിധാനമാണ്. അത്തരത്തിലുള്ള സ്പേസ് ഷട്ടിലുകളുടെ കാലാവധി ഇപ്പോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു എന്നതിന് തെളിവ് കൂടിയാണ് ഭാരതത്തിൻ്റെ സ്പേസ് ക്യാപ്സ്യൂളുകളെല്ലാം, ഗഗൻയാൻ എല്ലാം തന്നെ ഇതുപോലുള്ള ക്യാപ്സ്യൂളുകളാണ്. ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ, ഈ ക്യാപ്സ്യൂൾ ഭൂമിയിൽ ഇറങ്ങി ഇന്ന്, അതായത് 3:27 കൂടി കൃത്യമായി ഭൂമിയിൽ ഈ കടലിൽ വന്ന് ഇറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാം. അതിനിർണായകമായ ഘട്ടങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഇന്ന് 2:45 ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുക, ഡി ഓർബിറ്റിംഗ്. അതായത് നമുക്കിപ്പോൾ ഈ ഇന്ത്യൻ സമയത്തിലാണ് ഇതെല്ലാം തന്നെ, നമ്മളിവിടെ പറയുന്നത് ഇന്ത്യൻ സമയമാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഇത് ഡി ഓർബിറ്റിംഗ്, ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റാർലൈനർ, ഈ പേടകം, ക്രൂട്ടനിൻ്റെ പേടകം പതിയെ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയാണ്. പതിയെ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഓർബിറ്റ് ചുരുക്കി കൊണ്ടുവന്ന് കൃത്യമായി ഭൂമിയിലേക്ക് വരികയാണ്. അതെല്ലാം വളരെ നിർണായകമാണ്. ഈ ഭൂമിയിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ കൃത്യമായ വേഗതയിലും കൃത്യമായ ഡയമെൻഷനിലും അളവിലുമല്ല. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമാനമായ രീതിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ ഇത് സഞ്ചരിക്കാതിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ നിയന്ത്രണം ഏതെങ്കിലും ഘട്ടത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഇത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും റീബൗൺസ് ചെയ്യും, പുറത്തേക്ക് പോകും, വീണ്ടും ബഹിരാകാശത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടാകും. അതൊക്കെ വലിയ റിസ്ക്കുകളാണ്. പിന്നെ അത് വലിയ വെല്ലുവിളികളായി മാറും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം ഇത് ഭൂമിയിൽ കൃത്യമായി റീബൗൺസ് ചെയ്യാതെ ഇറക്കി കൊണ്ടുവരിക എന്നുള്ളത്. അത് വേഗത കുറച്ച് സ്വാഭാവികമായും വേഗത കുറച്ച് എത്തിച്ചതിന് ശേഷം ഈ അന്തരീക്ഷത്തിലേക്ക് വന്ന് അന്തരീക്ഷത്തിൽ നിന്നും താഴേക്ക് ശക്തമായി വീഴാതെ കൃത്യമായി ഇറങ്ങുന്നതിന് ഈ പാരഷൂട്ടുകളുടെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. സാറ്റലൈറ്റ് ദൃശ്യങ്ങളെല്ലാം തന്നെ, ഇത് സംബന്ധിച്ചുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാക്കാനും സാധിക്കും. ആ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഈ 3ഓളം പാരഷൂട്ടുകൾ വിടർന്നതിന് ശേഷം കൃത്യമായി വളരെ പതിയെ ഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സ്ഥിരവേഗം ഉണ്ടാകും.
ഒരു പരിധിവരെ സ്ഥിരവേഗമുണ്ടാവും. പിന്നീട് ഏതാണ്ട് 100-160 കിലോമീറ്റർ പരിധിയിലെല്ലാം തന്നെ വേഗത വീണ്ടും വീണ്ടും കുറയുകയാണ് ചെയ്യുക. കാരണം ഈ പാരഷൂട്ടുകളെല്ലാം ഉപയോഗിച്ച് ഇതിൻ്റെ അതിവേഗത്തിൽ ഈ പേടകം വെള്ളത്തിൽ പതിക്കാതിരിക്കുക എന്നുള്ളതൊരു ആവശ്യമാണ്. വെള്ളത്തിൽ പതിക്കാതെ വളരെ കൃത്യമായി വന്ന് വെള്ളത്തിൽ ഏതാണ്ട് പതിയെ കൊണ്ട് വെക്കുന്നത് പോലെ, അതായത് വെള്ളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളത് സ്പ്ലാഷിംഗ് എന്നൊക്കെയാണ് സാങ്കേതികമായി പറയുന്നതെങ്കിൽ കൂടി അത് വെള്ളത്തിൽ വളരെ പതിയെ വന്ന് വെക്കുന്ന രീതിയിൽ തന്നെയാണ്. കടൽ തൊടും, കടലിനെ തൊടുക, ഭൂമിയെ തൊടുക അല്ലെങ്കിൽ കടലിനെ തൊടുകയാണ് ചെയ്യുക. കടലിൽ ആഞ്ഞു പതിക്കുകയല്ല. ആഞ്ഞു പതിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ വെല്ലുവിളികളുണ്ടാക്കും. അതിനുശേഷവും നിരവധിയായ പരീക്ഷണങ്ങളുണ്ട്. കടലിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് റെസ്ക്യൂ ടീമിൻ്റെ, അതായത് തൊട്ടടുത്ത് ഈ ബഹിരാകാശ പേടകത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള കപ്പൽ സംവിധാനങ്ങളും എല്ലാം തന്നെ കോസ്റ്റ് ഗാർഡ് തയ്യാറാക്കി വെച്ചിരിക്കും. അതിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ റെസ്ക്യൂ ഓപ്പറേഷൻ ടീം, അതായത് ചെറിയ ബോട്ടുകളിൽ, ഏറ്റവും ചെറിയ ബോട്ടുകളിൽ, ഇൻഫ്ലേറ്റബിൾ ബോട്ടുകളൊക്കെ ഉണ്ട്, ചെറിയ ഇരുമ്പിൻ്റെ ബോട്ടുകളുണ്ട്, ചെറിയ ബോട്ടുകൾ, റെസ്ക്യൂ ബോട്ടുകൾ. അത്തരത്തിലുള്ള ബോട്ടുകളിലാണ് ആദ്യം ആ പ്രദേശത്തേക്ക് റെസ്ക്യൂ എത്തേണ്ടത്, ആൾക്കാർ എത്തേണ്ടത്, പരിശോധനയ്ക്കായി എത്തേണ്ടത്. അവർ എത്തുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് സുരക്ഷ ഉറപ്പാണോ, അതായത് ഈ വരുന്ന പേടകത്തിൽ ഹീലിയമുണ്ട്, അതുപോലെ തന്നെ പല ഇന്ധനങ്ങളുണ്ട്, ഇതെല്ലാം തന്നെ ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, മാത്രമല്ല അത് വോളറ്റൈലാണ്, വെള്ളത്തിൽ പടരാനും പെട്ടെന്ന് ആവിയാവാനും സാധ്യതയുള്ള ഇന്ധനങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അവിടെ ലീക്കായിട്ടുണ്ടെങ്കിൽ അത് ഈ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. അതേസമയം പേടകത്തിലുള്ളവർക്ക് അത്ര വെല്ലുവിളി അത് ഉണ്ടാക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പേടകം ഇറങ്ങി ഉടൻ തന്നെ ആ പേടകത്തിൻ്റെ പരിസരത്ത് നിന്ന് 1-2 സ്ഥലത്ത് നിന്ന് വെള്ളം സാമ്പിളുകൾ ശേഖരിച്ച് ആ വെള്ളത്തിൽ ഈ ഫ്യൂവൽ ലീക്ക് ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും റെസ്ക്യൂ ടീം അങ്ങോട്ട് എത്തുകയും അത് ഈ റെസ്ക്യൂ ടീം ഈ വാഹനത്തെ, ഈ പേടകത്തെ തിരിച്ച് കപ്പലിലേക്ക് കയറ്റി തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. നമ്മുടെ ഈ രാഷ്ട്രപതിയൊക്കെ ഇപ്പോൾ കേരളത്തിൽ വന്നാൽ തലേന്നാൾ ഒരു പരീക്ഷണം ഉണ്ടാവും അല്ലേ? വാഹന വ്യൂഹങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ട്രയൽ ഉണ്ടാവും. ആ ട്രയലിന് സമാനമായത് എത്രയോ വട്ടം നടന്നിട്ടുണ്ടാവും. ആയിരക്കണക്കിന് തവണ നടന്നിട്ടുണ്ടാവും ട്രയലിന് സമാനമായ കാര്യങ്ങളെല്ലാം തന്നെ. അത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഗഗൻയാൻ പരീക്ഷണത്തിലും ഇതുപോലെ റെസ്ക്യൂ ടീമിൻ്റെ സംവിധാനങ്ങൾ പരീക്ഷിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളതൊക്കെ വാർത്തയായി നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 2 മാസം മുമ്പ് അത്തരത്തിലൊരു പരീക്ഷണം കപ്പലിലേക്ക് ഈ ക്യാപ്സ്യൂൾ കയറ്റുന്ന രീതികൾ, അല്ലെങ്കിൽ ഈ ഡ്രാഗൺ, അതുപോലെ ഈ ബഹിരാകാശ പേടകം തിരിച്ച് റിക്കവർ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ കടലിൽ വെള്ളത്തിൽ നിന്ന് നേരെ കപ്പലിലേക്ക് കയറ്റുന്ന ചില സംവിധാനങ്ങളുണ്ട്. അത് കപ്പലിൽ ലോഡ് ചെയ്യുന്നത് പോലെയല്ല, കപ്പലിൻ്റെ ലോവർ ഡോക്കിൽ നിന്നാണ് ഈ പേടകം അതിലേക്ക് വലിച്ചു കയറ്റുന്നത്. അത്തരത്തിലുള്ള ചില റെയിൽ ട്രാക്കിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചാണ് അത് ചെയ്യുക. അത് കടലിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്. കടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉയർന്നു കിടക്കുന്ന ഒരു വസ്തു അതേ പ്രതലത്തിൽ നിന്ന് തന്നെ കപ്പലിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ലിഫ്റ്റ് ചെയ്യുകയല്ല, എടുത്തുയർത്തി വെക്കുകയല്ല, കാർഗോ കണ്ടെയ്നറുകൾ കയറ്റുന്നത് പോലെ കയറ്റുകയല്ല. അതെല്ലാം തന്നെ റിസ്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. കൃത്യമായി അത് അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക. ഒരു ഗ്ലൈഡിംഗ് പോലെ അതിനകത്തേക്ക് അപ്പർ ഗ്ലൈഡിംഗ് നടത്തി കൃത്യമായി മുകളിലേക്ക് വരികയാണ് ചെയ്യുക. അത്തരത്തിലൊരു രീതിയിലാണ് ഈ സാധനം റിക്കവർ ചെയ്യുന്നത്, അതായത് ക്യാപ്സ്യൂൾ റിക്കവർ ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് പിന്നീട് നടക്കുക. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവരുടെ ആരോഗ്യസ്ഥിതി എല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ്, വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാനുള്ള സാഹചര്യമുണ്ട് എന്നെല്ലാം തന്നെ അതിലേക്കൊക്കെ വരേണ്ടതുണ്ട്. അതായത് കടൽ തൊട്ട് പിന്നെന്ത് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ, അതൊരു സർപ്രൈസായി നിൽക്കട്ടെ. കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും ആ 8 ദിവസത്തെ യാത്രയിലേക്ക് പോയാൽ എന്തായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം? എവിടെയാണ് പിഴച്ചത്? എങ്ങനെയാണ് അതിനെ സുനിത വില്യംസും ബുഷ് വിൽമോറും തരണം ചെയ്തത്? തീർച്ചയായും ഈ സുനിത വില്യംസും ബുഷ് വിൽമോറും വളരെ പരിണതപ്രജ്ഞരായ ബഹിരാകാശ യാത്രികരാണ്. നമുക്കറിയാവുന്നതാണ്, 20 വർഷത്തെയൊക്കെ അനുഭവ പരിചയമുണ്ട് അവർക്ക് ബഹിരാകാശ യാത്രയിൽ. അത്തരത്തിലുള്ള ബഹിരാകാശ ജീവിതം അനുഭവിച്ചറിഞ്ഞ വ്യക്തികളാണ്. നമ്മളൊക്കെ മാധ്യമപ്രവർത്തനത്തിൽ നമ്മൾ എത്ര കണ്ട് സ്വതന്ത്രരാണോ അത്ര കണ്ട് ഫ്രീ ആണ് അവർ ബഹിരാകാശ യാത്രയിലെല്ലാം തന്നെ. അത്തരത്തിലുള്ളൊരു കഴിവ് ആർജിച്ച 2 വ്യക്തികളാണ്, പ്രഗത്ഭരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ല അവരെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ഈ ബഹിരാകാശത്ത് ഈ വിഷയങ്ങളെല്ലാം തന്നെ എത്തി പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുകയും നിരവധി ഗവേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത വലിയ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവരവിടെ തങ്ങിയത് നമുക്കറിയാവുന്നതാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ടെലിസ്കോപ്പിൻ്റെ ചില തകരാറുകളൊക്കെ വന്നപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശ നടത്തത്തിനായി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ ബഹിരാകാശ പേടകത്തിന് ചുറ്റും അവർ സഞ്ചരിച്ചു. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. അത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അവിടെ തുടരുകയായിരുന്നു. ഇവരുടെ എക്സ്പെർട്ടൈസ് വർദ്ധിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു അബദ്ധത്തിൽ അവിടെ കുടുങ്ങിയെങ്കിൽ കൂടി ഇവരുടെ 9 മാസത്തെ ജീവിതാനുഭവം അല്ലെങ്കിൽ സ്പേസ് അനുഭവം എന്ന് പറയുന്നത് മറ്റാർക്കും ലഭ്യമാകാത്ത വെല്ലുവിളികൾ ഏറെ നേരിട്ട, സാധാരണ ഇന്നിപ്പോൾ യാത്രയായി 3-4 പേർ എത്തിയത് അവർ നേരിടുന്ന അല്ലെങ്കിൽ അവർ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ ഇരട്ടി സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിട്ട് വരുന്ന വലിയൊരു അനുഭവ പരിജ്ഞാനവുമായി വരുന്ന 2 ബഹിരാകാശ യാത്രികരാണ്. ഈ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ സുനിത വില്യംസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഞാൻ ബഹിരാകാശത്തെ മിസ് ചെയ്യും,
അവിടുത്തെ ഓർമ്മകളെ എങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നെനിക്കറിയില്ല എന്നാണ്. അവിടെയും എന്താണ് ഒരു ധീരതയുടെ പ്രതിഫലനമാണ് വാക്കുകളിൽ പോലും. എനിക്ക് ബഹിരാകാശത്തെ മിസ് ചെയ്യുമെന്നാണ്. ആകസ്മികമായി അവിടെ പെട്ടുപോയതാണ്, പക്ഷെ അതിനെ തരണം ചെയ്ത് അതവരുടെ ഭൂമികയാക്കി മാറ്റുകയാണ്. അതെ, അതാണ് വെല്ലുവിളികളെ നേരിടാൻ അത്രയും മനസാന്നിധ്യമുള്ള, അല്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ് ഇവരൊക്കെ സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ എയർഫോഴ്സ് പൈലറ്റുകളും അതുപോലെ തന്നെ ഈ വ്യോമയാന അത്തരത്തിലുള്ള സങ്കീർണാവസ്ഥയിൽ പ്രയോജനപ്പെടുത്തുന്ന സ്പേസ് ക്രാഫ്റ്റുകൾ ഉപയോഗിച്ച അനുഭവമുള്ള, അല്ലെങ്കിൽ അതൊക്കെ അതിലൊക്കെ പരിശീലനം നേടിയവരാണ് ഇവരൊക്കെ. ഇവരുടെ മനസാന്നിധ്യം തന്നെ, അതായത് നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത വലിയൊരു മനസാന്നിധ്യമുള്ള മനുഷ്യരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും 9 മാസമായി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. എപ്പോഴാണ് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ നിശ്ചയദാർഢ്യത്തോടെ ഇടപെടുന്നതിനൊക്കെ സാധിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പേടകത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഒരു പ്രത്യേക ആംബിയൻസിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. ആ ഇരിക്കുന്ന ആംബിയൻസ് എല്ലാം തന്നെ വളരെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഈ സ്പേസ് ക്രാഫ്റ്റിലെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. സ്പേസ് ക്രാഫ്റ്റിൻ്റെ നേരത്തെ അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ, അതിനകത്തുള്ള ബഹിരാകാശ നിലയത്തിലെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. തുടർന്ന് അല്പസമയത്തിനകം ഈ പേടകം തിരിച്ചു വരുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഈ പേടകത്തിൽ ഇപ്പോൾ നിലവിലെ സംവിധാനത്തിൽ അതിനകത്ത് ട്രാൻസ്മിഷൻ സംവിധാനങ്ങൾ, അതായത് ക്യാമറ പോലുള്ള സംവിധാനങ്ങളില്ല. മറ്റേ ബഹിരാകാശ നിലയത്തിലെ ക്യാമറകളിൽ നിന്നാണ് ഇവരുടെ ഫീഡുകൾ നമുക്ക് ലഭിച്ചിരുന്നത്. ബഹിരാകാശത്ത് നിന്നുള്ള ഫീഡുകളെല്ലാം ലഭിച്ചിരുന്നത് നമുക്കറിയാം. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ബഹിരാകാശ നിലയത്തിൽ ഈ പേടകം അറ്റാച്ച് ചെയ്യുന്നത്. ഈ പേടകം അറ്റാച്ച് ചെയ്യുമ്പോൾ ബഹിരാകാശ നിലയവുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷൻ വരെ കൃത്യമായി കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ ലഭ്യമാക്കേണ്ടത് മറ്റ് സംവിധാനങ്ങളിലൂടെയാണ്. ആ സംവിധാനങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് ചെടികളൊക്കെ വളർത്തിയ, അത് നമ്മുടെ ബഹിരാകാശ ഗവേഷണ ISROയുടെ ഗവേഷണത്തിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, പോയം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത്തരത്തിൽ തിരിച്ചു വരുന്ന ബഹിരാകാശ പേടകത്തിൻ്റെ അല്ലെങ്കിൽ ഈ റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ വീണ്ടും പരീക്ഷണ വസ്തുക്കളായി പരീക്ഷണ നിലയമായി ഉപയോഗിച്ച് ചെടി മുളപ്പിക്കുകയും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ഭാരതത്തിലും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ അവരവിടെ ചെയ്യുന്നു. അതിനുള്ള നിരീക്ഷണങ്ങൾ, അതായത് നമ്മളുടെ ബഹിരാകാശ വാഹനത്തിൽ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ ലഭ്യമാകുന്നു എന്നതിന് പകരം അവർ അവിടെ ഈ ചെടികൾ മുളപ്പിച്ച് ആ മുളപ്പിച്ച ചെടികൾ എങ്ങനെ വളരുന്നു എന്ന് തൊട്ടുനോക്കി അറിയാൻ പോലും, ബഹിരാകാശത്ത് മുളച്ച വിത്തുകൾ എങ്ങനെയുണ്ടെന്ന് തൊട്ടുനോക്കി അറിയാൻ പോലും ഭാഗ്യം ലഭിച്ചവരാണ് ഇവരൊക്കെ. അതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടങ്ങളായി മാറുക. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്, താനും വിൽമോറും ബഹിരാകാശത്ത് വളരെ സമാധാനത്തിലായിരുന്നു. എന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനാകുമെന്ന കാര്യത്തിൽ മാത്രമേ, ആ തീയതി അറിയാത്ത പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. മറ്റൊന്ന്, ഈ സുനിത വില്യംസ്, അവർ അമേരിക്കൻ സേനാംഗമായിരുന്നു. ആ സൈനിക ഉദ്യോഗസ്ഥ എന്ന അനുഭവ സമ്പത്ത്, പരിചയം ഒരുപക്ഷെ ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും ഇത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. നമ്മളുടെ ആദ്യ ഗഗൻയാനിൽ പോകുന്ന ഭാരതത്തിൻ്റെ 4 പേരും പൈലറ്റുമാരാണ്. ഇത്തരത്തിൽ അതിസങ്കീർണമായൊരു ജീവിത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു ജോലിയുടെ പശ്ചാത്തലത്തിൽ ജോലി ചെയ്ത് ആ അനുഭവങ്ങളുള്ളവർക്ക് മാത്രമേ ഇത്രയും സങ്കീർണമായ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യം. പക്ഷേ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് പോലും ഇതൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടായിരിക്കും. ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പെട്ടു എന്നത് തന്നെ ഒരു ആബ്സല്യൂട്ട് ഫിറ്റ്നസ്സും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണമായ ഫിറ്റ്നസ്, ഒരു സ്പോർട്സ്മാൻ ഫിറ്റ്നസ്സിനേക്കാൾ അപ്പുറത്ത്, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ്റെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിനേക്കാൾ അപ്പുറത്ത് ഒരു പൂർണ്ണമായ ഫിറ്റ്നസ് എന്ന് നമുക്ക് പറയാവുന്നത്. അതായത് പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നതിന്, അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അറിവും അവരുടെ അനുഭവ സമ്പത്തും കാര്യശേഷിയും പ്രയോജനപ്പെടുത്തുന്നതിന് എത്ര കണ്ട് കോമ്പിറ്റൻസി അവർക്കുണ്ട്, അതാണ് ഇതിൽ മാർക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള യോഗ്യത ആവോളം ആർജിച്ചവർ മാത്രമാണ് ബഹിരാകാശത്തെത്തുന്നത്. നമുക്കറിയാം, വളരെ ചുരുക്കം മനുഷ്യർ മാത്രമാണ്, ഈ 600-ലേറെ കോടി ജനങ്ങളുള്ളതിൽ വളരെ ചുരുക്കം മനുഷ്യർ മാത്രമാണ്, അതല്ലെങ്കിൽ 100-ൽ താഴെ മനുഷ്യർ, 50-ൽ താഴെ മനുഷ്യർ മാത്രമാണ് ബഹിരാകാശത്തെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എണ്ണം ആളുകൾ മാത്രം എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത്രയും ശക്തമായ ഫിൽറ്ററിങ്ങിന് ശേഷം എത്തുന്നവരാണ്. ഏറെ കാര്യശേഷിയുള്ളവരും മാനസികവും ശാരീരികവുമായ എല്ലാം തന്നെ ശേഷിയുള്ളവരാണ്. സ്വാഭാവികമായും ഈ സൈന്യത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ മനസാന്നിധ്യം, ഈ പട്ടാളക്കാരുടെ ആ ഒരു മനസ്സിൻ്റെ ധൈര്യം,
ആ ധൈര്യം തന്നെയാണല്ലോ പട്ടാളക്കാരനെ പട്ടാളക്കാരനാക്കുന്നത്. അത്തരത്തിലുള്ള ആ ധൈര്യത്തിൻ്റെ എല്ലാം തന്നെ ഒരു നേട്ടം തന്നെയാണ് തീർച്ചയായും ഒരു ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരാൾ, ബഹിരാകാശത്ത് എത്തിപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ എന്ന ഒരു പ്രത്യേകതയും. തീർച്ചയായും സുനിത വില്യംസിൻ്റെ സൈനിക ജീവിതാനുഭവ പരിചയം അതിന് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, മറ്റൊന്ന്, ഈ സ്റ്റാർ ലൈനർ പോകുന്നു, സാങ്കേതിക തകരാറുണ്ടാകുന്നു, ഇവർ അവിടെ പെടുന്നു. ഈ ബദൽ പദ്ധതി എങ്ങനെയായിരുന്നു? ഈ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരികെ കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള നാസയുടെ ബദൽ പദ്ധതി എങ്ങനെയായിരുന്നു? ബദൽ പദ്ധതി ആദ്യഘട്ടത്തിൽ ആദ്യം ഇവർ സഞ്ചരിച്ച സ്റ്റാർ ലൈനർ പേടകം തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കുമോ എന്ന പരീക്ഷണമായിരുന്നു. അത് അസാധ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം അത് പക്ഷേ അതിൻ്റെ വേഗനിയന്ത്രണം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ എന്ത് സംഭവിക്കും? അത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങൾ, വെല്ലുവിളികൾ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് അത് വെല്ലുവിളികൾ വലിയൊരു തോതിൽ അപകടത്തിലേക്ക് അത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ പേടകം മാത്രം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അത്തരത്തിൽ പേടകം മാത്രം തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു തീരുമാനമെടുക്കുന്നതോടുകൂടിയാണ് തിരിച്ചുവരവ് വീണ്ടും പ്രതിസന്ധിയിലായത്, അല്ലെങ്കിൽ നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഓരോ 4 പേരെ അങ്ങോട്ട് അയക്കുന്നു, 4 പേരെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതിനിടയിലാണ് ഇവരെ ഒരു സ്റ്റാർ ലൈനർ പേടകത്തിൽ പരീക്ഷണത്തിനിടയിൽ നേരിട്ട് ഇവരെ സഞ്ചരിക്കാൻ ഒരു സംവിധാനം ഒരുക്കിയത്. വീണ്ടും ആ ഒരു ലോജിസ്റ്റിക്സ് ഉണ്ട്. അതായത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതിനും ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ടാലിയായി എത്തുന്നൊരു സാഹചര്യം എത്തിയില്ല എന്നതാണ് ഈ 9 മാസം അവിടെ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇത്തരത്തിലൊരു ബഹിരാകാശ പേടകം റിഡൻഡൻ്റ് ആക്കി അത് ഈ മനുഷ്യന് യാത്ര ചെയ്യാവുന്ന സംവിധാനം ശക്തമായി അതിലൊരുക്കി ആ കൃത്യമായ സംവിധാനങ്ങളോടുകൂടി കൊണ്ട് പോകുന്നതിന് തന്നെ വലിയൊരു സമയമെടുക്കും. പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് ഇത് അവിടെ കൊണ്ടുപോയി പരീക്ഷിച്ച് കൊണ്ടുവരാവുന്നൊരു സാഹചര്യമല്ല. അത് ആ പേടകം സഞ്ചരിക്കുന്ന വെല്ലുവിളികൾ നിറഞ്ഞ പശ്ചാത്തലം ഭൂമിയിൽ സൃഷ്ടിച്ച് പലതും ചെയ്യേണ്ടി വരും. അതിൻ്റെ പല ഘട്ടങ്ങളിലും പരീക്ഷണം നടത്തേണ്ടി വരും. ഈ സ്പേസ് യന്ത്രങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. ഇത്തരത്തിൽ ഭൂമിയിൽ തന്നെ അതിന് സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടി വരും. അത്തരത്തിൽ സുദീർഘമായ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും കാലിബ്രേഷനുകളെല്ലാം നടത്തിയതിന് ശേഷമേ ഇത് തിരിച്ചു കൊണ്ടുവരാനും തിരിച്ചു കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ യാത്ര വൈകുകയും ചെയ്തത്. ഈ 282 ദിവസത്തേക്ക് ഇത് എത്തുകയും ചെയ്തത്. ശരി, ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിന് വലിയൊരു പങ്കുണ്ടെന്ന് കേൾക്കുന്നു ഈ ബദൽ പദ്ധതി തയ്യാറാക്കുന്നതിൽ. തീർച്ചയായും സ്പേസ് എക്സ് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ ഇപ്പോൾ സാറ്റലൈറ്റ് രംഗത്ത് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അമേരിക്കയിൽ വളരെ ഇന്നോവേറ്റീവായി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ബഹിരാകാശ സംവിധാനങ്ങളിലെല്ലാം തന്നെ ഒരു സ്വകാര്യ പങ്കാളിത്തമുണ്ട്. സ്വാഭാവികമായും സ്റ്റാർ ലൈനറിൻ്റെ, അതായത് സ്പേസ് എക്സിൻ്റെ പല പരീക്ഷണങ്ങളും തിരിച്ചു കൊണ്ടുവരുന്ന റോക്കറ്റുകൾ, അതുപോലെ തന്നെ സ്പേസുമായി അനുബന്ധ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, സ്റ്റാർലിങ്ക് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ വിശാലമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെ അതിനനുബന്ധമായ, അതല്ലെങ്കിൽ ഒരു ടെലികോം സംവിധാനമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഉപകരണം എന്ന രീതിയിൽ സ്പേസിനെ പ്രയോജനപ്പെടുത്തുക എന്ന രീതിയിലാണ് സ്പേസ് എക്സ് ഈ രംഗത്തേക്ക് കടന്നു വരികയും പിന്നീട് ബഹിരാകാശ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും സ്വയം ഈ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ തന്നെ സമാനമായ രീതിയിൽ പുതിയൊരു ലോഞ്ച് പാഡ് ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ ഈ നാസയുമായി സഹകരിച്ച്, നാഷണൽ ഏജൻസി ഓഫ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ നാസയുമായി സഹകരിച്ച് പണ്ടേ തന്നെ ഇപ്പോൾ സ്വകാര്യ നിക്ഷേപങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അമേരിക്കയുടെ ഒരു രീതി തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ ആ സ്പേസ് എക്സിൻ്റെ പല പരീക്ഷണവും, സ്പേസ് എക്സിൻ്റെ ബോയിങ് സ്റ്റാർ ലൈനറിലെല്ലാം തന്നെ ആ ഇതിൻ്റെ വലിയൊരു പങ്കുണ്ട്. പേടകം നിർമ്മിച്ചത് ബോയിങ് ആണെങ്കിൽ അതിൻ്റെ സാങ്കേതിക തികവും അത് ലോഞ്ചും നടക്കുന്നത് സ്പേസ് എക്സിൻ്റെ റോക്കറ്റുകളിലാണ്. അത്തരത്തിൽ നിരവധിയായ ഇടപെടൽ സ്പേസ് എക്സിൻ്റെ ഭാഗത്തു നിന്ന് അന്നേ തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗം തന്നെയാണ്. ശരി, നമുക്ക് വീണ്ടും വർത്തമാനത്തിലേക്ക് വരാം. അതായത് നമ്മളിപ്പോൾ ചരിത്രം, ആ 287 ദിവസം എന്നത് വലിയൊരു ചരിത്രമാണ്. അത് വലിയൊരു ചരിത്ര പശ്ചാത്തലം അതിനുണ്ട്. ശരി, നമുക്ക് വീണ്ടും കടൽ തൊടുന്ന ആ നിമിഷം ഒന്നോർക്കാം. കടൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത്? സുനിത വില്യംസ്, ബുഷ് വിൽമോർ, ഇവർ എത്ര പെട്ടെന്നാണ് ഇനി അവരുടെ സ്വാഭാവികതയിലേക്ക് മടങ്ങി വരിക ഭൂമിയിൽ? അത് സ്വാഭാവികതയിലേക്ക് മടങ്ങി വരാൻ എത്ര കണ്ട് കാലതാമസം എടുക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഭൂമിയിൽ അവർ എത്തിയതിന് ശേഷമേ നമുക്കറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം ഞാനിത് നോക്കുമായിരുന്നു, 2020 പുറത്തിറങ്ങിയ പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ മെഡിസിൻ ഫോർ സ്പേസ് ഫ്ലൈറ്റ് എന്ന പുസ്തകം പറയുന്നത് പ്രകാരം 20 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞവർക്ക് പഴയ ഫിറ്റ്നസ് ഭൂമിയിലെത്തി വീണ്ടെടുക്കാൻ ഒരാഴ്ച വേണ്ടിവരും എന്നാണ്.
20 ദിവസം 20 ദിവസം തീർച്ചയായും 280 ദിവസം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാലയളവായി മാറും. പക്ഷേ അത് അതുപോലെ തന്നെ അതിനെ അതുമായി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കാണോ ഉണ്ടാകുക എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് അനുഭവങ്ങളെ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകാവുന്ന ചില നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത്, ഏറ്റവും ദാരുണമായത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്, ഒരു പെൻസിലെടുത്ത് പേപ്പറിൽ എഴുതുന്നത് പോലും വെല്ലുവിളിയാണ് എന്നാണ്. അപ്പോൾ അത്രയും ശരീരത്തിൽ ബഹിരാകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുക, ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും അതേ പഴയ ശേഷിയിലേക്ക് തിരിച്ചെത്തുക അത്ര എളുപ്പമല്ല. തീർച്ചയായും എളുപ്പമല്ല. കാരണം മനുഷ്യൻ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരും നിൽക്കുന്നതും ഈ ഭൂമിയിൽ എല്ലാ സംവിധാനങ്ങളും സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം തന്നെ ഈ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ആ ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തൊരു പ്രദേശത്താണ് അവർ ജീവിക്കുന്നത് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് അല്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ഇറക്കുന്നതിന് പോലും ഗുരുത്വാകർഷണ ബലത്തിൻ്റെ കൃത്യമായ റോളുകളുണ്ട്. ആ റോളുകളെല്ലാം തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുമ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ശരീരം നേരിടുന്നുണ്ട്. നമുക്കറിയാം, ഇവർ എക്സസൈസ് ചെയ്യുന്നത്, അല്ലെ ജോഗിങ് ചെയ്യുന്ന ചില ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ആ ജോഗിങ് ചെയ്യുന്ന ട്രെഡ്മില്ലിൽ അവരെ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കെട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ജോഗിങ് ചെയ്യുന്നത് ആ അതിശക്തമായ രീതിയിൽ കാലുകൾ പ്രവർത്തിക്കുമ്പോൾ ഇവർ ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ മുകളിലേക്ക് പറന്നു പോകും. അത്തരത്തിൽ പറന്നു പോകാതിരിക്കാൻ ഭൂമിയിൽ സ്പേസ് ട്രെഡ്മില്ലിൽ കെട്ടിവെച്ചാണ് ഇവർ എക്സസൈസ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള നിരവധിയായ പ്രതിസന്ധികളുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ജോയിൻറ്റുകളും, നമ്മുടെ കാലിൻ്റെ ജോയിൻറ്റുകൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇടുപ്പിൻ്റെ ജോയിൻറ്റുകൾ, ഈ ജോയിൻറ്റുകളെല്ലാം തന്നെ ഈ ഭാരത്തെ താങ്ങി നിർത്തുകയാണ്. ഭാരത്തെ താങ്ങി നിർത്തുന്ന ജോയിൻറ്റുകൾ എന്നാണ് മെഡിക്കൽ സയൻസിൽ ഈ എല്ലുകളെല്ലാം തന്നെ, മുട്ടെല്ലുകളെല്ലാം തന്നെ പറയുന്നത് ഭാരത്തെ താങ്ങി നിർത്തുന്ന ജോയിൻറ്റുകൾ. ഭാരം താങ്ങി നിർത്താത്ത ജോയിൻറ്റുകൾ, അതായത് ഈ കൈമുട്ടിൻ്റെ, ഒരു മനുഷ്യൻ സ്വാഭാവികമായി നിൽക്കുകയാണെങ്കിൽ കൈമുട്ടിൻ്റെ എല്ലുകളൊന്നും ഭാരം താങ്ങുന്നില്ല, പക്ഷേ കാൽമുട്ട് എല്ലാം തന്നെ ഭാരം താങ്ങുന്നുണ്ട്. അത്തരത്തിൽ ഭാരം താങ്ങുക എന്നതാണ് ശരീരത്തിൻ്റെ അസ്ഥികളുടെ പ്രധാന കടമകളിലൊന്ന്. സ്വാഭാവികമായും ഭാരമില്ലാത്തൊരവസ്ഥയിൽ ഈ അസ്ഥികളുടെ പ്രവർത്തനം എവിടെ ചെന്നെത്തും? ഭാരമില്ല. അവിടെ ഭാരം എന്ന് പറയുന്ന ആ സംഭവം ഗുരുത്വാകർഷണ ബലമില്ലാത്തതുകൊണ്ട് അവിടെ ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് ഈ വെല്ലുവിളി നേരിടുക? അത്തരത്തിൽ അവിടെ നിന്ന് ആരംഭിക്കും പ്രശ്നങ്ങൾ. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ അസ്ഥികൾക്ക് ഓരോ വ്യത്യാസങ്ങളുണ്ടാകുന്നത് അസ്ഥികളുടെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ നേരിട്ട് ബാധിക്കും. അസ്ഥികൾക്കുള്ളിൽ നിന്നാണ് ചുവന്ന രക്താണുക്കൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ അസ്ഥികൾക്കുള്ളിൽ നിന്നുണ്ടാകുന്ന ചുവന്ന രക്താണുക്കളുടെ അളവിലും വ്യത്യാസം വരും. ഈ സ്പേസ് അനീമിയ, അങ്ങനെ ഒരു രോഗാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഒരു ആരോഗ്യാവസ്ഥയുണ്ട്, ബഹിരാകാശ വിളർച്ച, ബഹിരാകാശ യാത്രികർക്കുണ്ടാകുന്ന വിളർച്ച, അതുപോലെ തന്നെ അസ്ഥികളിലെ പ്രത്യേകതകൾ, മസിലുകളിലെ പ്രത്യേകതകൾ, വൈവിധ്യങ്ങൾ വരുന്നൊരു സാഹചര്യം. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇവരെ എത്തിച്ച അതേ സ്പേസ് ക്രാഫ്റ്റിൽ എത്തിച്ച അതേ സീറ്റിൽ തന്നെയാണ് പേശികളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും പ്രധാനമാണ്. ഇത് ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഇക്കണ്ട കാലം, അതായത് 282 ദിവസത്തോളം ഗുരുത്വാകർഷണവുമായി ബന്ധമില്ലാതെ ജീവിച്ചവർ വീണ്ടും ഗുരുത്വാകർഷണ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും ആ ഒരു മാറ്റം വലിയൊരു മാറ്റമായിരിക്കും കാണിക്കുക. ആ മാറ്റത്തിന് അനുകൂലമായ രീതിയിൽ ശരീരത്തെ വീണ്ടും റിക്കൂപ്പ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമാണ് ഇനി അവർ ഏറ്റെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുള്ളത്. അതിന് വൈദ്യസഹായം വേണ്ടി വരും. അത്തരത്തിലുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അതെല്ലാം തന്നെ ഈ ഇത്രയും വലിയ കാലയളവിൽ, അതും ഒരു സ്പെസിമനാണ്, ഇത്രയും ദീർഘകാലം ഒരു റിസ്കി കണ്ടീഷനിൽ ബഹിരാകാശത്ത് കഴിഞ്ഞ 2 വ്യക്തികൾ, ആ 2 വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതൊരു പഠനവിധേയമായ വസ്തുതയാണ്. നമുക്ക് ഈ ബഹിരാകാശത്തേക്ക് പോയവരുടെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല, നമുക്ക് ബഹിരാകാശത്ത് കഴിഞ്ഞ ഒരു ബോഡിയിൽ നിന്നുള്ള മെഡിക്കൽ സയൻസിന് വേണ്ട വലിയ ഡാറ്റകൾ, അവരുടെ ശരീരം തന്നെ ഇനി ഈ മാനവ സമൂഹത്തിന് വലിയൊരു നേട്ടമായി മാറുന്ന ഒരു പരീക്ഷണ വിഭവമായി മാറിയിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സംഭാവനകൾ, അവരുടെ സംഭാവനകളെയാണ് നമ്മൾ ഏറ്റവും മഹത്വത്തോടെ കാണേണ്ടത്. അവരവിടെ ചെയ്തു തീർത്ത ബഹിരാകാശ സ്റ്റേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്നതിനപ്പുറം അവരുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ഇനി ഭാവിയിൽ മനുഷ്യൻ്റെ, മാനവരാശിക്ക് തന്നെ ഗുണകരമായി മാറുന്ന വിവിധങ്ങളായ വിവരങ്ങൾ, നിരവധിയായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ശരി, നമ്മൾ ഒരുപക്ഷെ എപ്പോഴും ഒരു സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ എടുത്തു പറയുന്ന ഒരാളാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹം സ്വപ്നങ്ങൾ കാണാൻ ശീലിക്കണം എന്ന് പുതിയ തലമുറയെ പറഞ്ഞ് പഠിപ്പിച്ച, അതിനുവേണ്ടി പുസ്തകം എഴുതിയ, അങ്ങനെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. സ്വപ്നങ്ങൾ കാണൂ, നമുക്കതുപോലും പ്രയാസമാണ്. എന്തിന് നമ്മൾ സ്വപ്നങ്ങൾ കാണണം? ഉള്ള ജീവിതം അതേപടി നയിച്ച് തീർക്കുക എന്നൊരു സ്വപ്നം പോലും ഇല്ലാത്തവരായി മാറുന്നവരാണ് നമ്മളിൽ പലരും. ഇത് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. അതാണ് ഒരുപക്ഷെ ബഹിരാകാശ യാത്രികരെക്കുറിച്ച് നമുക്ക് പറയാനാവുക. സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ പിന്തുടരുക. സ്വപ്നം ഞങ്ങളുടെ മുന്നിലേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി അതിനെ
തേടിപ്പിടിക്കും എന്ന രീതിയിലുള്ളൊരു സഞ്ചാരം. അതാണ് ശരിക്കും ഈ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയൊക്കെ നമുക്കിപ്പോൾ ഇത്രയേറെ വിവരിക്കേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായും APJ അബ്ദുൽ കലാം പറഞ്ഞത് തന്നെ അതിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. സ്വപ്നം നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നിങ്ങളുടെ ഉറക്കം ഇല്ലാതാക്കുന്നതാണ് സ്വപ്നം. അതായത് അലസത എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, ഉറക്കം എന്നതുകൊണ്ട്. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് മുന്നോട്ട് മാത്രം അവരൊക്കെ കുറച്ച് സമയം മാത്രം ഉറങ്ങിയിരുന്ന ആൾക്കാരാണ് എന്നുകൂടി ഓർക്കുക. അതെ, കുറച്ച് സമയം മാത്രം ഉറങ്ങിയിരുന്നത്. അതായത് സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് സ്വപ്നങ്ങൾ വെറുതെ എന്തെങ്കിലും കണ്ടുപോകുന്ന ഒരു സംഭവമല്ല. സ്വപ്നങ്ങൾ കാണുക എന്നുള്ളത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു അഡീഷൻ ഡെലീഷൻ പ്രോസസ്സാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് ചില ആവശ്യമില്ലാത്ത വിവരങ്ങൾ ഇല്ലാതാക്കുന്നതിനെ നമ്മൾ ക്യാഷെ മെമ്മറിയൊക്കെ ഡെലിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചില പ്രോസസ്സിൻ്റെ ഭാഗമാണത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു സ്വപ്നത്തെയല്ല, മനുഷ്യൻ്റെ ഭാവനകളുടെ സ്വപ്നത്തെയാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. അത്തരത്തിൽ ഭാവനാസമ്പന്നമായി സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് തന്നെ ഡ്രീം, തിങ്ക് ആൻഡ് ആക്ട് എന്നാണ്. സ്വപ്നം കാണുക, ചിന്തിക്കുക, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ചിന്തിക്കുക, ആ ചിന്തകളെ യാഥാർത്ഥ്യമാക്കുക. വിജയം അത് തന്നെയാണ്. അത്തരത്തിലുള്ള വിജയത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ മനുഷ്യരാണ് ഇപ്പോൾ ഈ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുനിത വില്യംസും ബുഷ് വിൽമോറും എല്ലാം തന്നെ. ഇവർ സ്വപ്നങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുകയായിരുന്നില്ല, ഇവർ സ്വപ്നങ്ങളായി തന്നെ തുടരുകയായിരുന്നു, അല്ലെങ്കിൽ സ്വപ്നങ്ങളെ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. സ്വപ്നങ്ങൾ ഉണ്ടാക്കി പോവുകയല്ല ചെയ്തത്, സ്വപ്നങ്ങളെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതെ, യെസ്. ഏതായാലും 2:40 2:41 പറഞ്ഞിരുന്നത്. 41. ഏതായാലും ഭൂമിയിലേക്ക് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, അതിനുള്ള കാത്തിരിപ്പാണ്. നമുക്ക് അതെങ്ങനെയാകും? നമ്മൾ ISROയിൽ കാണുന്ന അതേ ദൃശ്യം നാസയിൽ നിന്ന് കാണുന്നുണ്ട്. എല്ലാ ശാസ്ത്രജ്ഞരും ഇങ്ങനെ നിരന്നിരുന്ന് ആകാംക്ഷയോടെ ആ നിമിഷത്തെ വരവേൽക്കുന്ന സമയമാണ്. ഏതായാലും 8 ദിവസം യാത്ര, 6 ദിവസം ബഹിരാകാശത്ത് തങ്ങണം, ഒരു ദിവസം അങ്ങോട്ട് ഒരു ദിവസം ഇങ്ങോട്ട്, അങ്ങനെ മാത്രം പ്ലാൻ ചെയ്തു പോയ ഒരു യാത്ര 287 ദിവസം എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. അത് ഒരു വലിയ അതിജീവനമാണ്. ഒരുപക്ഷെ ശാസ്ത്രരംഗത്ത് വിപ്ലവകരമായ പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒന്ന്. അതുകൊണ്ടാണല്ലോ ബദൽ പദ്ധതി, അതുകൊണ്ടാണല്ലോ അവർക്കവിടെ എന്ത് ചെയ്ത് ജീവിക്കണം, ഓരോ നിമിഷവും നിർണായകമായിരുന്നു എന്നാണ്. ഞങ്ങളിവിടെ അകപ്പെട്ടു പോയതല്ല, അകപ്പെട്ടു പോയതുകൊണ്ടുണ്ടാകുന്ന ശാസ്ത്ര മുന്നേറ്റം എന്നാണ് സുനിത വില്യംസ് തന്നെ പറഞ്ഞത്. അതായത് ഓരോ നിമിഷവും ബൃഹത്തായ മറ്റേതോ പദ്ധതി ഞങ്ങൾക്ക് മുന്നിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത് എന്നാണ്. ഓരോ നിമിഷവും ഞങ്ങൾ പുതിയത് പഠിക്കുകയായിരുന്നു എന്നാണ് സുനിത വില്യംസ് പറഞ്ഞത്. തീർച്ചയായും അത് ഈ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. അതായത് ഈ പരാജയങ്ങളിൽ നിന്നും വിജയങ്ങളെ സൃഷ്ടിച്ചെടുക്കലാണ് ശാസ്ത്രം. നമുക്കറിയാവുന്നതാണ്, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൻ്റെ അനുഭവമുണ്ട്. 8000-ലേറെ തവണ പരാജയപ്പെട്ട ഒരു പരീക്ഷണമായിരുന്നു ഇലക്ട്രിക് ബൾബ്. അപ്പോൾ അദ്ദേഹത്തിനോട് ആ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ലോകത്തെ ശാസ്ത്രജ്ഞർക്കുള്ള അല്ലെങ്കിൽ ശാസ്ത്ര കുതുകികൾക്കുള്ള മറുപടി. ഏതൊക്കെ തരത്തിൽ ബൾബ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന ഗവേഷണവും കണ്ടെത്തി 8000 തരത്തിൽ ബൾബുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കണ്ടെത്തിയെന്നാണ് പറഞ്ഞത്. പരാജയവും ഒരു കണ്ടെത്തലാണ്. ശാസ്ത്രത്തിൻ്റെ എല്ലാ പരാജയങ്ങളും കണ്ടെത്തലുകളാണ്. അത്തരത്തിൽ ചെയ്താൽ അത് പരാജയമാണ് എന്ന് കണ്ടെത്താൻ ഒന്നും കൂടി ഭയങ്കര രസകരമായ ഒരു കാര്യമാണ്. 8000 തവണ പരാജയപ്പെട്ടു പോയ കാരണങ്ങളാൽ ബൾബ് ഉണ്ടാക്കാൻ പറ്റില്ല. അതെ, അത് തന്നെ 8400-ലേറെ പരാജയപ്പെട്ട ബൾബിൻ്റെ നിർമ്മാണത്തിനുള്ള പരീക്ഷണങ്ങൾ, ഇത്രയും പരീക്ഷണങ്ങൾ പരാജയമാണ്, അത് ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന പരീക്ഷണങ്ങളാണ്. ഇനി വിജയിക്കുന്ന പരീക്ഷണങ്ങൾ ഇതിന് ശേഷം ചെയ്താൽ മതി എന്നാണ്. അതായത് പരാജയത്തിലൂടെ പഠിച്ചെടുക്കുകയാണ്. പരാജയങ്ങളും വിജയങ്ങളാണ് അല്ലെങ്കിൽ വീഴ്ചകളും വിജയങ്ങളാണ് എന്ന് ശാസ്ത്രം നമ്മെ പലതവണ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതാണ് അത് ഐസക് ന്യൂട്ടൻ്റെ കാലം തൊട്ട് ശ്രദ്ധിച്ചാൽ ആ വീഴ്ചകളാണ് അനുഭവം. തലയിൽ ആപ്പിൾ വീണതാണ് വലിയൊരു കണ്ടെത്തൽ. ആ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും 2:41 ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വേഗം കുറച്ച് അതുമായി മയപ്പെട്ട്, അങ്ങനെ തന്നെ പറയണം അല്ലേ? കാരണം പലവട്ടം ചുറ്റി ആ വേഗത കുറച്ച് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ട എല്ലാ കരുതലോടും കൂടി 2:41 പ്രവേശിക്കും എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഏതായാലും 2024 ജൂണിലാണ്, ഏകദേശം 9 മാസങ്ങൾക്ക് മുൻപാണ് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പേടകത്തിൽ മനുഷ്യനെയും വഹിച്ചുള്ള ആദ്യ പരീക്ഷണത്തിൻ്റെ ഭാഗമായി സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശത്തേക്ക് പോയത്. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരിക, അത് 8 ദിവസമായിരുന്നു. 6 ദിവസം അവിടെ തങ്ങുക, ആ പരീക്ഷണത്തെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുക, ശേഷം മടങ്ങുക എന്നതായിരുന്നു. പക്ഷേ അവിടെ അത് വിജയകരമായി പൂർത്തിയാക്കാൻ ആയില്ല. അവിടെ ഹീലിയം വാതക ചോർച്ചയടക്കമുണ്ടായി. സ്റ്റാർലൈനർ തിരിച്ചു വരാൻ യോഗ്യമല്ല,
അല്ലെങ്കിൽ തിരിച്ചു വന്നാൽ തന്നെ എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ഒരു ബദൽ പദ്ധതി രൂപീകരിച്ച് അവിടേക്ക് പോയി പരസ്പരം അവർ കാണുന്നു, ചിരിക്കുന്നു, പങ്കുവയ്ക്കുന്നു. അങ്ങനെ വളരെ ശാസ്ത്രത്തിൻ്റെ വലിപ്പം അത് ഒന്നുകൂടി ആവർത്തിച്ച് കാണിക്കുന്ന പുതിയൊരു കാഴ്ച അതായിരുന്നു നമ്മൾ അവിടെ കണ്ടത്, അല്ലേ സർ? തീർച്ചയായും. ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയൊരു വിവരം, അല്പസമയത്തിനകം ഡിയോർബിറ്റിംഗ് ബേൺ, അതായത് ഈ ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നതിന്, അതായത് ഭൗമാന്തരീക്ഷത്തിലേക്ക് സമാന്തരമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ അല്പസമയത്തിനകം ത്രസ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ആ വിവരം ലഭ്യമാകുന്നതിനനുസരിച്ച് ഇപ്പോൾ തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർച്ചയായി വിവരങ്ങൾ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടുതൽ കൃത്യതയോടെയുള്ള വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അല്പസമയത്തിനകം പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കാം, ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കുള്ള ഡിയോർബിറ്റിംഗ് പ്രോസസ്സ് ആരംഭിച്ചിരിക്കാം. അത് സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, സുനിത വില്യംസും ബുഷ് വിൽമോറും 4592 സൂര്യോദയങ്ങൾ 287 ദിവസം കൊണ്ട് കണ്ടുവെന്നാണ്. എന്താണത്? തീർച്ചയായും 16 തവണയാണ് ഓരോ ദിവസവും ഈ ബഹിരാകാശ നിലയം ഭൂമിയെ വലം വയ്ക്കുന്നത്. സ്വാഭാവികമായും 16 തവണ വലം വയ്ക്കുമ്പോൾ 16 തവണ സൂര്യോദയം, അതായത് ഭൂമിയുടെ ഇരുട്ടിൻ്റെ ഭാഗം, അതായത് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഇരുട്ടിലാണെങ്കിൽ അപ്പുറത്ത് ഭൂമിയുടെ മറ്റൊരു വശത്ത് വെളിച്ചമുണ്ട്. ഈ വെളിച്ചമുള്ള പ്രദേശത്തേക്ക് പോവുകയും വരികയും ചെയ്യുകയാണ് 16 തവണ. സ്വാഭാവികമായും അത് ഒരു ദിവസം 16 സൂര്യോദയങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 16 സൂര്യോദയങ്ങൾ 4000-ലേറെ സൂര്യോദയങ്ങളായി അത് മാറുന്നു എന്ന് തന്നെയാണ്. 287 ഗുണം 16. 16 തവണ ഒരു ദിവസം സൂര്യനെ കണ്ടു സുനിത വില്യംസ് ബുഷ്. അതായത് ഭൂമിയുടെ ഇരുണ്ട ഭാഗത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് ഈ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ബഹിരാകാശ പേടകം സഞ്ചരിക്കുന്ന ഒരു വേളയിൽ തീർച്ചയായും സൂര്യോദയത്തിന് സമാനമായൊരു രീതി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുക.